പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ബിർജു മഹാരാജ് സെ സാക്ഷാത്കാർ എന്ന ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കിയത്? നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ബിർജു മഹാരാജിനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ബിർജു മഹാരാജ് ആരായിരുന്നു? ഇന്ത്യയിലെ കഥക് നൃത്തത്തിൻ്റെ പ്രധാന ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ബിർജു മഹാരാജ്. അദ്ദേഹം അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതജ്ഞൻ ആയിരുന്നു. വാദ്യോപകരണ സംഗീതം, നൃത്ത സംവിധാനം, ഗാനരചനാ മേഖലകളിലും അദ്ദേഹം ശോഭിച്ചു. അതേപോലെ എന്തായിരുന്നു കഥക് നൃത്തം? ഒരു ക്ലാസിക്കൽ ഡാൻസാണ് കഥക്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കഥക് എന്ന ഈ ക്ലാസിക്കൽ ഡാൻസ് ഉത്ഭവിച്ചത്. ഈ ശാസ്ത്രീയ നൃത്തരൂപത്തിൽ കലാകാരന്മാർ പല കഥകളും നൃത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗങ്ങൾ വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കാം. തനുശ്രീ ചോദിക്കുകയാണ്, पर ये लोग तो अलग अलग भाषाओं के कवि थे. പക്ഷേ ഈ ആളുകൾ അലഗ് അലഗ് ഭാഷാओं के कवि थे. വ്യത്യസ്തങ്ങളായ ഭാഷകളിലെ കവികളായിരുന്നു. ആരൊക്കെ? ടാഗോർ, ത്യാഗരാജ്. ടാഗോറും ത്യാഗരാജും ഒക്കെ ആധുനിക് കവി. ഇവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷകളിലെ കവികളായിരുന്നു. बिरजू महाराज പറഞ്ഞിരുന്നു, ടാഗോർ, ത്യാഗരാജ് आदि कई आधुनिक कवियों की रचनाओं को लेकर भी कथक रचनाएं तैयार की. ഈ കവികളുടെ രചനകൾ എടുത്തിട്ടും കഥക് രചനയെ തയ്യാറാക്കി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കഥക് രചനകൾ തയ്യാറാക്കിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ഈ തനുശ്രീ എന്ന കുട്ടി ചോദിക്കുകയാണ്, ഈ ലോകത്തോ അലഗ് അലഗ് ഭാഷാओं के कवि थे. ഇവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷകളിലെ കവികളായിരുന്നു. बिरजू महाराज, भाषाएं अलग अलग होती है पर इंसान तो सब जगह एक से होते हैं. ഭാഷകളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ മനുഷ്യർ എല്ലാ സ്ഥലത്തും ഒന്നാണ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഫ്രാൻസ് മേ ഏക് ദർശക് നെ കഹാ, മേ നഹി ജാൻതാ കി യശോദ കോൺ ഹെ. അപ്പോൾ ഫ്രാൻസിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു വ്യൂവർ എന്നോട് പറഞ്ഞു, മേ നഹി ജാൻതാ കി യശോദ കോൺ ഹെ, എനിക്കറിയില്ല, യശോദ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് ഒരു കാഴ്ചക്കാരൻ എന്നോട് പറഞ്ഞു. ബിർജു മഹാരാജ് പറയുകയാണ്, മേനെ ഉനെ ബത്തായാക്കി ഇസ് ധർത്തി പർ സബ് മായ യശോദ ഹെ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇസ് ധർത്തി പർ, ഈ ഭൂമിയിലെ എല്ലാ അമ്മമാരും യശോദയാണ്. അതേപോലെ ഔർ സബ് നന്നെ ബച്ചെ കൃഷ്ണൻ, എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും കൃഷ്ണനാണ്, എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ണിക്കണ്ണനാണ്. ബച്ചേ കി ജിദ്, റോന, ഉഠന, ബാഠന സബ് ജഗ ഏക് ജേസാ ഹോത്താ ഹെ. കുട്ടികൾ വാശി പിടിക്കുന്നതും കരയുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയാണ്. ധീരെ ധീരെ ഹമേ അലഗ് അലഗ് ഭാഷ, സംസ്കാർ ഔർ തൗർ തരീക്കെ മിൽത്തേ ഹെ. മെല്ലെ മെല്ലെ നമുക്ക് പല സ്ഥലങ്ങളിലുള്ള പലതരത്തിലുള്ള ഭാഷകൾ, സംസ്കാരം, അതായത് റൈറ്റ്സ്, തൗർ തരീക്കെ, രീതികൾ, ഇതൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ണിക്കണ്ണനെ പോലെയാണ്. വാശി പിടിക്കുന്നതും ഇരിക്കുന്നതും കരയുന്നതും ഉറങ്ങുന്നതും എല്ലാം കൃഷ്ണനെ പോലെയാണ്. അതേപോലെ എല്ലാ അമ്മമാരും യശോദയെ പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് വളരുന്നതിനനുസരിച്ച്, കൊച്ചു കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ഓരോരോ ഭാഷകൾ പഠിക്കുന്നു, അവിടുത്തെ പാരമ്പര്യം പഠിക്കുന്നു, സംസ്കാരം എന്ന് പറഞ്ഞാൽ റൈറ്റ്സ്, ആചാരങ്ങൾ, അവിടുത്തെ ഓരോരോ രീതികൾ എല്ലാം മനസ്സിലാക്കുന്നു. ചാഹെ നൃത്യ ഹോ യാ കുച്ച് ഓർ പരമ്പര ഏക് വൃക്ഷ കെ സമാൻ ഹോത്തി ഹെ. നൃത്തമാണെങ്കിലും മറ്റെന്താണെങ്കിലും, ചാഹെ നൃത്യ ഹോ യാ കുച്ച് ഓർ, നൃത്തമാണെങ്കിലും മറ്റെന്താണെങ്കിലും പരമ്പര, അതായത് പാരമ്പര്യം, ഏക് വൃക്ഷ കെ സമാൻ ഹോത്തി ഹെ, ഒരു വൃക്ഷത്തെ പോലെയാണ്. ജോ സബ്കോ ഏക് ജേസി ഛായ ഓർ ആശ്രയ ദേത്തി ഹെ. ഒരു വൃക്ഷം എല്ലാവർക്കും ഒരേപോലെ തണലും നൽകുന്നു, ആശ്രയവും നൽകുന്നു. ഛായ എന്ന് പറഞ്ഞാൽ തണൽ. ഉസ്കെ നീച്ചെ ബൈഠ്നെ വാലെ അലഗ് അലഗ് സ്വഭാവക്കെ ഹോത്തെ ഹെ. അതിൻ്റെ താഴെ ഇരിക്കുന്ന ആളുകൾ വ്യത്യസ്തങ്ങളായ സ്വഭാവത്തിലുള്ളവരായിരിക്കും. വൃക്ഷ സെ ലിയെ ബീജ് കോ ബോയെ തോ സമയ് ആനെ പർ ഹി ഏക് ഓർ വൃക്ഷ ഫലേഗ. വൃക്ഷത്തിൽ നിന്ന് എടുക്കുന്ന വിത്ത്, ബീജ് എന്ന് പറഞ്ഞാൽ വിത്ത് നടുകയാണെങ്കിൽ സമയമായാൽ മാത്രമേ ഒരു പുതിയ വൃക്ഷം ഉണ്ടാവുകയുള്ളൂ. वह नया वृक्ष कैसा होगा यह इस बात पर निर्भर करेगा कि उसे कैसी हवा, पानी और खाद मिला है.
ആ പുതിയ വൃക്ഷം എങ്ങനെയുള്ളതായിരിക്കും? യഹ് ഇസ് ബാത് പർ നിർഭർ കരേഗ. അത് ഈ കാര്യത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഏത് കാര്യത്തെ? ഉസെ കേസി ഹവ പാനി ഓർ ഖാദ് മിലാ ഹെ. അതിന് എങ്ങനെയുള്ള കാറ്റാണ്, വായുവാണ് ലഭിച്ചത്, എങ്ങനെയുള്ള വെള്ളമാണ് ലഭിച്ചത്, അതേപോലെ എങ്ങനെയുള്ള വളമാണ് ലഭിച്ചത്. അതിനനുസരിച്ചായിരിക്കും ആ വൃക്ഷം വളർന്ന്, ആ ചെടി വളർന്ന്, വൃക്ഷം വളർന്ന് വലുതായി വരിക. ഇപ്പോൾ ബിർജു മഹാരാജ് പറയുകയാണ്, എല്ലാ അമ്മമാരും യശോദയെ പോലെയാണ്, എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും ഉണ്ണിക്കണ്ണനെ പോലെയാണ്. ഇപ്പം ഏത് സ്ഥലത്താണെങ്കിലും, ഏത് ഭാഷയുള്ള സ്ഥലങ്ങളിലാണെങ്കിലും കുട്ടികൾ ഇരിക്കുന്നതും കരയുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ ഒരുപോലെയാണ്. പിന്നെ വളർന്നു വരുന്നത് ഓരോ സാഹചര്യത്തിന് അനുസരിച്ചായിരിക്കും അല്ലേ? വളരുന്നതിനനുസരിച്ച് ഭാഷ പഠിക്കും, ഓരോരോ സ്ഥലങ്ങളിലെ ഭാഷ പഠിക്കുന്നു, അവിടുത്തെ ആചാരങ്ങൾ പഠിക്കുന്നു, ഓരോരോ രീതികളും പഠിച്ച് അതേപോലെയാണ് വളരുന്നത്. മാണിക് ചോദിക്കുകയാണ്, ആപ്നെ ജബ് സീഖ്ന ശുരു കിയാ താ തബ് സെ അബ് തക് കഥക് കി ദുനിയാ മേ ക്യാ ക്യാ ബദലാവ് ആയേ ഹെ. നിങ്ങൾ പഠിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കഥക്കിൻ്റെ ലോകത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ബദലാവ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ. ബിർജു മഹാരാജ്, പെഹലെ മഞ്ച് നെഹി ഹോത്തേ തെ. ആദ്യമൊക്കെ സ്റ്റേജ് ഉണ്ടായിരുന്നില്ല. മഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേജ്. ഫർഷ് പർ ചാന്ദിനി യാനി ബിച്ചാനെ കി ബഡി സഫേദ് ചാദർ ബിച്ചി ഹോത്തി തി. ഫർഷ് പർ, തറയിൽ, ചാന്ദിനിയായിരുന്നു വിരിച്ചിരുന്നത്. ചാന്ദിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിച്ചാനേക്ക് ബഡി സഫേദ് ചാദർ, വിരിക്കാനുള്ള വലിയ വെള്ള നിറത്തിലുള്ള ഒരു പുതപ്പ്, അതായിരുന്നു വിരിച്ചിരുന്നത്. ബിജി ഹോത്തീത്തി വിരിച്ചിരുന്നു. ജിസ്പർ കഥക് ഹോത്താത്ത, അതിലായിരുന്നു കഥക്ക് നടന്നിരുന്നത്. ഓർ ദർശക് ചാരം ഓർ ബൈഠത്തെ, അതിന് 4 ഭാഗത്തുമായിട്ട് കാഴ്ചക്കാർ ഇരുന്നിരുന്നു, വ്യൂവേഴ്സ് ഇരുന്നിരുന്നു. ശൃംഗാർ കെ ലിയെ ചന്ദൻ ലേപ്പ് ഓർ ഹോട്ട് രംഗനെ കെ ലിയെ പാൻ ഹോത്താത്ത. ശൃംഗാർ കെ ലിയെ, അതായത് മേക്കപ്പിന് വേണ്ടിയിട്ട്, അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ചന്ദൻ ലേപ്പ്, ചന്ദനത്തിൻ്റെ ലേപവും ചന്ദനത്തിൻ്റെ പേസ്റ്റും, ഹോട്ട് രംഗനെ കെ ലിയെ, ചുണ്ട് ചുവപ്പിക്കാൻ വേണ്ടിയിട്ട് പാൻ ഹോത്താത്ത, പാനായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അതായത് വെറ്റില. पहले नर्तक कथा के दृश्यों का ऐसा विस्तृत वर्णन करते थे कि दर्शक के सामने पूरा दृश्य खिंच जाता था. ആദ്യമൊക്കെ നർത്തകർ കഥയിലെ ആ ദൃശ്യങ്ങളെ ഏസാ വിസ്തൃത് വർണ്ണൻ കർത്തേത്, നല്ല വിസ്താരമായിട്ട് വർണ്ണിച്ചിരുന്നു ആദ്യമൊക്കെ. കി ദർശക്കെ സാമനെ പൂരാ ദൃശ്യ കീച്ച് ജാത്താത്ത, ദർശകരുടെ മുന്നിൽ മൊത്തം ചിത്രവും നന്നായിട്ട് അങ്ങ് അവതരിപ്പിച്ചിരുന്നു. അതായത് മുന്നിൽ തന്നെ എല്ലാം നടക്കുന്നത് പോലെ ദർശകർക്ക് തോന്നുമായിരുന്നു, കാഴ്ചക്കാർക്ക് തോന്നുമായിരുന്നു. കി കേസെ ഗോപിയോനെ ഘട ഉഠായ, എങ്ങനെയാണ് ഗോപികമാർ പോട്ട് എടുത്തത്, കുടമെടുത്തത്. ധീമി ചാൽസെ പൻഘട്ട് കി ഓർ ചലി, മെല്ലെ മെല്ലെ പൻഘട്ട് കി ഓർ, പൻഘട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്ന സ്ഥലം, വെള്ളമെടുക്കാനുള്ള സ്ഥലം, അങ്ങോട്ട് ഈ കുടവും എടുത്ത് മെല്ലെ മെല്ലെ എങ്ങനെയാണ് നടന്നു പോയത്. പീച്ചേസെ കൃഷ്ണ ചുപ്ചാപ്പായ, പുറകിൽ നിന്ന് കൃഷ്ണൻ മിണ്ടാതെ മെല്ലെ വന്നു. കങ്കട്ടുട്ടായ, കല്ലെടുത്തു. ഓർ ദേ മാര, എന്നിട്ട് എറിഞ്ഞു. ഇതൊക്കെ നന്നായിട്ട് ആദ്യമൊക്കെ നല്ല വിസ്താരത്തിൽ വർണ്ണിക്കുമായിരുന്നു, കാഴ്ചക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. ആപ് സിർഫ് പൻഘട്ട് കി ഗത്ത് ദേഖോ कहकर ബാക്കി ദർശക് കൽപ്പന പർ ചോട് ദിയാ ജാത്ത ഹൈ. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? പൻഘട്ട് കി ഗത്ത് ദേഖോ, ഈ പൻഘട്ടിൻ്റെ ഗതി നോക്കൂ, അല്ലെങ്കിൽ പൻഘട്ടിൻ്റെ ആ ചലനം നോക്കൂ എന്ന് പറഞ്ഞിട്ട്, സ്ഥിതി നോക്കൂ എന്ന് പറഞ്ഞിട്ട്, അത്രയ്ക്ക് മാത്രം പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുന്നത്. ബാക്കി ദർശക് കി കൽപ്പന പർ ചോട് ദിയാ ജാത്ത ഹൈ. ബാക്കി കാഴ്ചക്കാർ ഇമാജിൻ ചെയ്യണം, കാഴ്ചക്കാർക്ക് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രേയ ചോദിക്കുകയാണ്, ആപ്നെ ഗാന ബജാന ഓർ നാചന കബ് ശുരു കിയ, നിങ്ങൾ പാടാനും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാനും നൃത്തം വയ്ക്കാനും ആരംഭിച്ചത് എപ്പോഴാണ്? ബിർജു മഹാരാജ്, ബഹുത് ചുട്പൻ സേ ഹി തബല പീട്ന ശുരു കർ ദിയാ താ, വളരെ കുട്ടിക്കാലത്ത് തന്നെ തബല കൊട്ടാനായിട്ട് തുടങ്ങിയിരുന്നു. ചാച്ചാനെ കഹ, ഇളയച്ചൻ പറഞ്ഞു, ലഡ്കെ കെ ഹാത്ത് മേ ലൈ ഹെ, കുട്ടിയുടെ കയ്യിൽ റിതമുണ്ട്, താളമുണ്ട്. 5 साल का होते होते ഹാർമോണിയം പർ ലഹര ബജാനെ ലഗ, 5 വയസ്സാകുമ്പോഴേക്കും ഹാർമോണിയവും ഞാൻ വായിക്കാനായിട്ട് തുടങ്ങി. സബ്കോ ഖുഷ് കർനെ കെ ലിയെ ഫിൽമി ഗാനെ ബി ഖൂബ് ഗാതാ താ, എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ഫിൽമി സോങ്സും പാടുമായിരുന്നു, ഒരുപാട് പാടുമായിരുന്നു. ഏക് ബാർ സബ്കി ഫർമായിഷ് പർ
സുരയ്യ കെ ഏക് ഗാനെ പർ ദേർ തക് നാച്ച. ഒരിക്കൽ എല്ലാവരുടെയും റിക്വസ്റ്റ് അനുസരിച്ച്, ഫർമായിഷ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് അനുസരിച്ച് സുരയ്യയുടെ ഒരു പാട്ടിൽ വളരെയധികം നേരം നൃത്തം വെച്ചു. ബഹനോനെ ബഡേ ഷോക്ക് സെ ബിന്ദി ചുന്നി സെ സജാ ദിയാ ത. എൻ്റെ സഹോദരിമാർ വളരെ വളരെ ഇൻട്രസ്റ്റോടു കൂടി പൊട്ടും പിന്നെ ഷോളൊക്കെ ചുറ്റിക്കെട്ടി അങ്ങനെ അലങ്കരിപ്പിച്ചിരുന്നു, നന്നായിട്ട് ഒരുക്കി. തബ് തക് ചാച്ച ആകെ. അപ്പോഴേക്കും ചാച്ച വന്നു, ഇളയച്ചൻ വന്നു. ബസ് ഡർ കെ മാരെ തുരന്ത് സബ് കുച്ച് ഉത്താർ ഫേക്ക അവർ ചിപ്പ് ഗയ. എന്ത് ചെയ്തു? പേടിച്ചിട്ട് എല്ലാം പെട്ടെന്ന് സബ് കുച്ച് ഉത്താർ ഫേക്ക, എല്ലാം അഴിച്ചങ്ങ് എറിഞ്ഞു. ഉത്താർ എന്ന് പറഞ്ഞാൽ അഴിച്ചിട്ട്, ഫേക്ക എറിഞ്ഞു. ഓർ ചിപ്പ് ഗയ എന്നിട്ട് ഒളിച്ചു. മാണിക്ക് ചോദിക്കുകയാണ്, ശാസ്ത്രീയ നൃത്യ ഓർ ലോക നൃത്യമേ ക്യാ അന്തർ ഹെ? ക്ലാസിക്കൽ ഡാൻസും ഫോക്ക് ഡാൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശാസ്ത്രീയ നൃത്തം, ക്ലാസിക്കൽ ഡാൻസ്, ലോക് നൃത്യം എന്ന് പറഞ്ഞാൽ ഫോക്ക് ഡാൻസ്, നാടോടി നൃത്തം. ബിർജു മഹാരാജ്, ലോക നൃത്യ സാമൂഹിക ഹോത്താ ഹെ. അത് ലോകനൃത്യം, നാടോടി നൃത്തം എല്ലാവരും അവതരിപ്പിക്കുന്നതാണ്, സാമൂഹികമാണ്. ദിൻഭർ കി മെഹനത് കെ ബാദ് ലോഗ് ഥകാൻ ദൂർ കർനെ ഔർ മനോരഞ്ജൻ കെ ലിയെ ഇക്കട്ടാ മിൽക്കർ നാച്ചത്തെ ഹെ. ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് ആ ക്ഷീണം അകറ്റാനായിട്ട് മനോരഞ്ജൻ കെ ലിയെ, ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നൃത്തം വയ്ക്കുന്നു. അതാണ് ഫോക്ക് ഡാൻസ്, നാടോടി നൃത്തം. दूसरी ओर ശാസ്ത്രീയ നൃത്യം में एक नर्तक अकेला ही काफ़ी होता है. മറുഭാഗത്ത് ഈ ക്ലാസിക്കൽ ഡാൻസ്, ശാസ്ത്രീയ നൃത്തരൂപം, അതിൽ നർത്തകർ ഒറ്റയ്ക്കാണ് അത് അവതരിപ്പിക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെ വേണ്ടുവോളമാണ്, അതായത് ഒറ്റയ്ക്കാണ് അവതരിപ്പിക്കുന്നത്. ലോക നൃത്യ നാച്ചനെ വാലോं के अपने मन बहलाव और संतुष्टि के लिए होता है. ലോക നൃത്യം അതായത് ഫോക്ക് ഡാൻസ്, നാടോടി നൃത്തം വയ്ക്കുന്നവരുടെ സ്വന്തം മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, വിനോദത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ജബ്കി ശാസ്ത്രീയ നൃത്യ ദർശകവും കേലിയ ഹോത്താ ഹെ. പക്ഷേ ശാസ്ത്രീയ നൃത്തം കാഴ്ചക്കാർക്ക് വേണ്ടിയാണ്. ശുറുമേ കഥാവാചക് ബി ലോക നർത്തക് ഹുവാ കർത്താ ത. ആദ്യമൊക്കെ ഈ സ്റ്റോറി ടെല്ലേഴ്സും ലോക നർത്തക് ഹുവാ കർത്താ ത. ലോക നർത്തക് അതായത് നാടോടി നൃത്തം ചെയ്യുന്ന ആളുകളായിരുന്നു. ധീരെ ധീരെ जब उसकी ख़ास शैली व रूप निश्चित होता गया तो वह ശാസ്ത്രീയ നൃത്യ हो गया. മെല്ലെ ഈ സ്റ്റോറി ടെല്ലേഴ്സിൻ്റെ നൃത്തത്തിൻ്റെ ഖാസ് ശൈലി, അതിൻ്റെ പ്രത്യേക രൂപവും പിന്നെ അതിനൊരു നിശ്ചിത രൂപമൊക്കെ ആയപ്പോൾ അത് ശാസ്ത്രീയ നൃത്തമായിട്ട് മാറി. ശ്രേയ ചോദിക്കുകയാണ്, ഇസ് സമയ ഭാരത് മേ ശാസ്ത്രീയ നൃത്തയ്ക്ക് ക്യാ സ്ഥിതി ഹെ? ഈ സമയത്ത് ഭാരതത്തിൽ ശാസ്ത്രീയ നൃത്തത്തിൻ്റെ അവസ്ഥ എന്താണ്? ബിർജു മഹാരാജ്, കുച്ച് വർഷ പെഹലെ തക് സ്ഥിതി ദയനീയ തി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ സ്ഥിതി ദയനീയമായിരുന്നു, മോശമായിരുന്നു. അബ് ഇസ്കി ലോകപ്രിയത ബഡ് രഹി ഹെ. ഇപ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടമായി തുടങ്ങിയിരിക്കുകയാണ്. ലോകപ്രിയത ബഡ് രഹി ഹെ അതായത് ആളുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. पर शोर वाले സംഗീത നൃത്യ കാ ഭി ഖൂബ് പ്രചലൻ ഹെ. പക്ഷേ ഷോർ വാലെ സംഗീത നൃത്യം അതായത് അടിപൊളിയായിട്ടുള്ള സംഗീതവും നൃത്തവും ഒക്കെ അതും നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട്. मैं सबसे यही कहता हूँ वह संगीत सुनो देखो लेकिन अपनी परंपरा की गहराई को भी समझो അനുഭവ് करो. ഞാൻ എല്ലാവരോടും ഇതാണ് പറയുന്നത്, ആ സംഗീതമൊക്കെ കേൾക്കൂ, കാണൂ, പക്ഷേ അപ്പനി പരമ്പരാക്കി ഗഹരായിക്കോ ബി സംജം, തൻ്റെ കൾച്ചറിൻ്റെ ആ ഒരു ആഴം അതും നിങ്ങൾ മനസ്സിലാക്കണം, തങ്ങളുടെ പാരമ്പര്യവും മനസ്സിലാക്കണം, പിന്നെ അത് അനുഭവിക്കണം. തനുശ്രീ ചോദിക്കുകയാണ്, കർണാടക और हिंदुस्तानी शैली के संगीत की तरह क्या दक्षिण और उत्तर के नृत्य में भी अंतर है? കർണാടക സംഗീതത്തിൻ്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ആ രൂപത്തിൻ്റെ പോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെയും ഉത്തര ഭാരതത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും നൃത്തത്തിനും വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുന്നു. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും തമ്മിൽ വ്യത്യാസമുണ്ട്. കർണാടക സംഗീതം സൗത്ത് സൈഡിലാണ്, അതേപോലെ ഹിന്ദുസ്ഥാനി സംഗീതം നോർത്ത് സൈഡിൽ. അപ്പോൾ അതിൽ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ ഈ ദക്ഷിണ ഇന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും നൃത്തത്തിന് വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബിർജു മഹാരാജ് പറയുകയാണ്, കഥക്, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, മോഹിനിയാട്ടം,
ഒഡീസി, മണിപ്പൂരി ये ശാസ്ത്രീയ നൃത്യ की प्रमुख ശൈലിയാ है. അപ്പോൾ ശാസ്ത്രീയ നൃത്തത്തിൻ്റെ, ക്ലാസിക്കൽ ഡാൻസസിൻ്റെ പ്രധാനപ്പെട്ട രൂപങ്ങളാണ് കഥക്, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, മോഹിനിയാട്ടം, ഒഡീസി, മണിപ്പൂരി. संगीत और गाने के ढंग का अंदर तो है ही, इसके अतिरिक्त भी हर नृत्य की अपनी लय और സംഗീതത്തിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ രീതിക്ക് വ്യത്യാസമുണ്ട്. അന്തർത്തോ ഹേഹി എല്ലാം വ്യത്യാസമുണ്ട്. ഇസ്കെ അതിരിക്ത അത് കൂടാതെ ഹർ നൃത്യക്ക് ഓരോരോ നൃത്തത്തിനും അതിൻ്റേതായ താളവും ഭാവഭംഗിമ ഹെ. ഭാവഭംഗിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ശാരീരിക മുദ്രകൾ, ബോഡി ലാംഗ്വേജ് അതെല്ലാം ഉണ്ട്. കഥക്കി ഭാവഭംഗിമ ദൈനിക് ജീവൻ സെ ലീ ഗയി ഹോത്തി ഹെ. കഥക്കിൻ്റെ ആ മുദ്രകൾ, ശാരീരിക മുദ്രകൾ ദൈനിക് ജീവൻ സെ ഡെയിലി ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓർ ഭരതനാട്യമേ മൂർത്തികലാസെ, ഭരതനാട്യത്തിൻ്റേത് മൂർത്തികലയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഭരതനാട്യമേ ദോനോ ഭാവൊക്ക ഇക്കട്ട പ്രയോഗ ഹോത്താ ഹെ. ഭരതനാട്യത്തിൽ രണ്ട് ഭാവങ്ങളും ഒരുമിച്ച് പ്രയോഗിക്കുന്നു. ഓർ കഥക് മേ ബാരി ബാരി സെ, കഥക്കിൽ ഓരോന്നായിട്ടാണ് പ്രയോഗിക്കുന്നത്. ഒഡീസി ഓർ മണിപ്പൂരി മേ കോമലത ഹെ. ഒഡീസി ഡാൻസിലും മണിപ്പൂരി ഡാൻസിലും കോമലത ഹെ, അതായത് സ്റ്റെപ്സ് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും. മെല്ലെ മെല്ലെ ചെയ്യുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും, കോമളമായിട്ടുള്ള സ്റ്റെപ്സ് ആയിരിക്കും. കഥകളി മേ ഓജ് ഹെ. കഥകളിയിൽ ഓജസ് ഉണ്ട്, അതായത് ശക്തിയുള്ള രീതിയിൽ സാഹസമായിട്ടുള്ള പ്രകടനങ്ങളുമൊക്കെ കാണിച്ച് നല്ല ഓജസ്സോട് കൂടിയുള്ള നൃത്തരൂപമായിരിക്കും കാണിക്കുന്നത് കഥകളിയിൽ. കഥക് മേ ദോനോ ഹെ. കഥക്കിൽ രണ്ടുമുണ്ട്, അതായത് കഥക്ക് കോമളവുമാണ്, അതിൽ ഓജസ്സുമുണ്ട്. കഥക് മേ ഗർദൻ കോ ഹൽക്കെ സെ ഹിലായാ ജാത്താ ഹെ. കഥക്കിൽ കഴുത്ത് ചെറുതായിട്ട് ഇളക്കുന്നു. ചിരാഗക്കെ ലോകെ സമാൻ, വിളക്കിൻ്റെ നാളം പോലെ, തീ നാളം പോലെ ഇങ്ങനെ ചെറുതായിട്ട് കഴുത്ത് ഇളക്കുന്നു. ലോ എന്ന് പറഞ്ഞാൽ തീ നാളം. ഇസി പ്രകാർ ഉംഗലിയാമ്പി ബഹു ധീരെ സെ ഹിലായി ജാത്തി ഹെ. അതേപോലെ വിരലുകളും വളരെ മെല്ലെ മെല്ലെ ഇളക്കുന്നു. ജേസെ ഗൂങ്കട്ട് പക്കടനേമേ യാ ഗൂങ്കട്ട് ഉടാനേമേ. ഗൂങ്കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂടുപടം എന്ന് പറയും. സാരിയുടെ തുമ്പോ അല്ലെങ്കിൽ ഒരു ഷാള് ഇത് ഇങ്ങനെ മുഖത്തേക്ക് മറിച്ചിടുക, അതിനാണ് ഗൂങ്കട്ട് എന്ന് പറയുന്നത്. തലയിലൂടെ മുഖത്തേക്ക് മറിച്ചിങ്ങനെ ഇടുക, മൂടുപടം എന്ന് പറയാം. അപ്പോൾ ഈ ഗൂങ്കട്ട് അത് മെല്ലെ ഇങ്ങനെ വിരലുപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തുക. ഇതെല്ലാം മെല്ലെ മെല്ലെയാണ് ചെയ്യേണ്ടത്. ഉംഗലിയ ജറാ ജോർ സെ ഹിലി നഹി കി ചാച്ചാജി തുരന്ത് ടോക്തേ തെ. അപ്പോൾ വിരലുകൾ ഒന്ന് സ്പീഡിലായി പോയാൽ ഹിലി നഹി കി ചാച്ചാജി തുരന്ത് ടോക്തേ തെ, പെട്ടെന്ന് തന്നെ ചാച്ചാജി വഴക്ക് പറയുമായിരുന്നു, അത് തടയുമായിരുന്നു സ്പീഡ് കൂടിപ്പോയാൽ. ഗൂങ്കട്ട് മെല്ലെയാണ് ഇങ്ങനെ സാരി തുമ്പ് അല്ലെങ്കിൽ ഷോളിൻ്റെ തുമ്പ് മുഖം മറയ്ക്കുന്ന, അത് മെല്ലെയാണ് നൃത്തരൂപത്തിൽ ഇങ്ങനെ ഉയർത്തേണ്ടത്. ഗൂങ്കട്ട് ഉട്ടാരേ ഹോയ തമ്പു. അപ്പോൾ ചാച്ചാജി എങ്ങനെയാണ് അത് വഴക്ക് പറയുന്നത്? ഗൂങ്കട്ടാണോ പൊക്കുന്നത്? യാ തമ്പു. ഗൂങ്കട്ട് ഉട്ടാരേ ഹോയ തമ്പു. തമ്പു എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്പു എന്ന് പറഞ്ഞാൽ ടെൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ചാച്ചാജി ചോദിക്കും ഗൂങ്കട്ട് ഉട്ടാരേ ഹോയ തമ്പു എന്ന് ചോദിക്കും. അപ്പോൾ ഓരോരോ നൃത്തരൂപങ്ങൾക്കും ഓരോരോ ശൈലികളുണ്ട്, ഓരോരോ രീതികളുണ്ട്. മാണിക് ചോദിക്കുകയാണ്, ഖാലി സമയമേ ആപ് ക്യാ കർത്തേ ഹെ. ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ താങ്കൾ എന്താണ് ചെയ്യുന്നത്? ബിർജു മഹാരാജ്, കാലി തോ ഹോത്താ ഹി നഹി ഹോ. ഞാൻ കാലിയായിട്ട് ഇരിക്കാറേ ഇല്ല, എനിക്ക് ഫ്രീ ടൈമൊന്നും ഇല്ല. നീന്ത് മേ ബി ഹാത്ത് ചൽത്താ രഹത്താ ഹെ. ഉറക്കത്തിൽ പോലും ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. മെഷീനോ മേ മൻ ഖൂബ് ലഗ്താ ഹെ. യന്ത്രങ്ങളിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, മെഷീൻസിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അഗർ മേ നർത്തക് ന ഹോത്താ തോ ഷായദ് എഞ്ചിനീയർ ഹോത്ത. ഞാൻ നർത്തകനല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എഞ്ചിനീയർ ആയിരുന്നേനെ. കോയി ബി മെഷീൻ യാ യന്ത്ര ഖോൽക്കർ ഉസ്കെ കൽ പുർജെ ദേഖ്നെ കി ജിജ്ഞാസ ഹോത്തി ഹെ. ഏതെങ്കിലും ഒരു മെഷീൻ അല്ലെങ്കിൽ യന്ത്രം തുറന്നിട്ട് അതിലെ കൽ പുർജെ എന്ന് പറഞ്ഞാൽ യന്ത്രത്തിൻ്റെ പാർട്സ്, മെഷീനിൻ്റെ പാർട്സ് കാണാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹമായിരുന്നു. तुम्हें जानकर हैरानी होगी कि मैं अपने ब्रीफ केस में हर दम पेचकस और दूसरे छोटे मोटे औजार रखता हूँ. നിങ്ങൾക്കിത് കേട്ടാൽ അതിശയം തോന്നും. ഞാൻ എപ്പോഴും എൻ്റെ ബ്രീഫ് കേസിൽ എപ്പോഴും ഹർദം എപ്പോഴും പേച്ച് കസ് സ്ക്രൂ ഡ്രൈവർ ഓർ ദൂസരെ ചോട്ടെ മോട്ടെ ഔജാർ മറ്റ് ചെറിയ
ചെറിയ ഔജാർ ടൂൾസ് വയ്ക്കുമായിരുന്നു. കബി അപ്ന പങ്ക ഫ്രിഡ്ജ് ടീക്ക് കിയ തോ കബി ഓർ മെഷീൻ. ചിലപ്പോഴൊക്കെ ഫാൻ നന്നാക്കുമായിരുന്നു, ഫ്രിഡ്ജ് നന്നാക്കുമായിരുന്നു, ചിലപ്പോഴൊക്കെ മറ്റ് ചില മെഷീൻസും നന്നാക്കുമായിരുന്നു. ബേട്ടി ദാമാദ് ചിത്രകാർ ഹെ. മകളും മരുമകനും ചിത്രം വരയ്ക്കുന്നവരാണ്. ഉനെ ദേഖ് ദേഖ് കർ പെയിൻറ്റിങ് ബനാനെ കാ ഭി ഷോക്ക് ഹോ ഗയാ ഹെ. അവരുടെ ഇത് കണ്ടിട്ട് എനിക്ക് പെയിൻറ്റിങ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടായിട്ടുണ്ട്. പ്രായ രാത് 12 ബജെ ബാദ് ചിത്ര ബനാനെ ബൈഠത്താ ഹൂം. ഏകദേശം രാത്രി 12 മണിക്ക് ശേഷം ചിത്രം വരയ്ക്കാനായിട്ട് ഇരിക്കുന്നു. जब नींद से आंखें बंद होने लगती है तो ब्रश एक तरफ रख देता हूँ. ഉറക്കം വന്നിട്ട് കണ്ണ് അടയുകയാണെങ്കിൽ, നീന്ത് സെ ആങ്കെ ബന്ദ് ഹോനെ ലഗ്തി ഹെ, ഉറക്കം വന്നിട്ട് കണ്ണ് അടയുകയാണെങ്കിൽ ബ്രഷ് ഒരു ഭാഗത്ത് വെച്ചിട്ട് ഉറങ്ങുന്നു. ഒരു സോ ജാത്താ ഹോ, എന്നിട്ട് ഉറങ്ങുന്നു. പിछले 2 വർഷോं में लगभग 70 ചിത്ര ബനായെ ഹെ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഏകദേശം 70 ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ശ്രേയ ചോദിക്കുകയാണ്, अगर कोई बच्चा गाना बजाना या नृत्य सीखना चाहे पर घर के लोग ना चाहते हो तो ऐसे में क्या करना चाहिए? ഏതെങ്കിലും കുട്ടിക്ക് പാട്ട് പാടാൻ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ അല്ലെങ്കിൽ നൃത്തം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഘർക്കെ ലോഗ് നാ ചാഹത്തെ ഹോ, വീട്ടുകാർക്ക് അതിൽ താല്പര്യമില്ല, ഇഷ്ടമില്ല എങ്കിൽ ऐसे में क्या करना चाहिए, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ബിർജു മഹാരാജ്, ആജ്കൽ കെ മാ ബാപ് സെ മേരി വിനത്തി ഹെ. ഇപ്പോഴത്തെ പാരൻസിനോട് എൻ്റെ ഒരു അപേക്ഷയാണ്. യദി ബച്ചയ്ക്ക് രുചി ഹെ തോ ഉസേ ലൈ കെ സാത്ത് ഖേൽനെ ദേ. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ ഈ താളത്തിനൊത്ത് കളിക്കാനായിട്ട് വിടണം. ജैसे अन्य खेल है वैसे ही यह भी एक खेल है. മറ്റ് ഗെയിംസിനെ പോലെ തന്നെയാണ് ഈ റിതം, ഇതും ഒരു ഗെയിം തന്നെയാണ്. ജിസ്മെ ബഹുത് കുച്ച് സീഖ്നെ കോ മിൽത്താ ഹെ. ഇതിൽ വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇസ് ഖേൽ കി ദുനിയാ മേ സന്തുലൻ സമയ കാ അന്ദാസ വ സദുപयोग बच्चे के भौतिक विकास के लिए बहुत महत्वपूर्ण है. ഈ ഗെയിമിൽ ലോകത്തിൽ സന്തുലൻ, അതായത് ബാലൻസിങ് എങ്ങനെയാണ്, സമയക്ക അന്താസ വ സദുപയോഗ, സമയത്തിൻ്റെ ശരിയായ ഉപയോഗം, അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണ് സമയം ഉപയോഗിക്കുക, അതായത് സമയം വേസ്റ്റ് ആക്കരുത്, ഇതേക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കുട്ടികളുടെ ബുദ്ധി വികസിക്കുന്നു. ഭൗതിക വികാസത്തിലെ ബഹുത് മഹത്വപൂർണ്ണ, വളരെയധികം അത്യാവശ്യമാണ്. തനുശ്രീ ചോദിക്കുകയാണ്, ക്യാ ആപ്കെ പരിവാർ മേ ലഡ്കിയോനെ കഥക് നഹി സീഖ. നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾ കഥക് പഠിച്ചിട്ടില്ലേ? ബിർജു മഹാരാജ്, മേരി ബഹനോं को കഥക് നഹി സിഖായാ ഗയാ पर मैंने अपनी बेटियों को खूब सिखाया. എൻ്റെ സഹോദരിമാരെ കഥക്ക് പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ പെൺമക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു. ലഡ്കിയോं के पास शिक्षा या कोई न कोई हुनर अवश्य होना चाहिए. പെൺകുട്ടികൾക്ക് എന്തെങ്കിലും, അതായത് ശിക്ഷ, എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ കോയി ന കോയി ഹുനർ, എന്തെങ്കിലും ഒരു കഴിവ്, ഒരു സ്കില്ല് എന്തായാലും ആവശ്യമാണ്. താക്കി വേ ആത്മനിർഭർ ഹോ സക്കെ. അവർ എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് എന്തെങ്കിലും ഒരു കഴിവ്, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ വേണം, എങ്കിലേ അവർ ആത്മനിർഭർ ഹോ സക്കെ. ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് സഫീഷ്യൻ്റ് ആയിരിക്കും, സെൽഫ് റിലിയൻറ്റ്, അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ഹുനർ ഏസാ ഖജാന ഹേ ജിസെ കോയി നഹി ചീൻ സക്ത. കഴിവ് അല്ലെങ്കിൽ സ്കിൽ അതൊരു നിധിയാണ്, അത് ആർക്കും ചീൻ നഹി സക്ത, ആർക്കും അത് പിടിച്ചെടുക്കാൻ കഴിയില്ല. വക്ത് പഠനെ പർ കാം ആത്താ ഹെ. സമയമാകുമ്പോൾ അത് ഉപകാരപ്പെടും. ബച്ചോ തും ലോഗ് സംഗീത് സീഖ്തേ ഹോ. കുട്ടികളെ, നിങ്ങൾ പാട്ട് പഠിക്കുന്നുണ്ടോ? യദി നഹി തോ ജറൂർ സീഖോ. ഇല്ലെങ്കിൽ എന്തായാലും പഠിക്കണം, നിങ്ങൾ എന്തായാലും പഠിക്കണം. മൻ കി ശാന്തി കെ ലിയെ യഹ് ബഹുത് ജറൂരി ഹെ. മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി ഇത് നിർബന്ധമാണ്. ലൈ ഹമേ അനുശാസൻ സിഖാത്തി ഹെ. ഈ റിതം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. അനുശാസനം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. സന്തുലൻ സിഖാത്തി ഹെ, ബാലൻസിങ് പഠിപ്പിക്കുന്നു. नाचने गाने और बजाने वाले एक दूसरे के साथ तालमेल बैठाकर एक नई रचना करते हैं.
ഡാൻസ് ചെയ്യുന്നവരും പാട്ട് പാടുന്നവരും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരും ഏക് ദൂസരെ സാത്ത് താൽമേൽ ബൈഠാക്കർ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഒരു പുതിയ രചന ഉണ്ടാക്കുന്നു അല്ലേ, ഒരു പുതിയൊരു രൂപം ഉണ്ടാക്കിയെടുക്കുന്നു. सुर और लय से हमें एक दूसरे का सहयोगी बनकर अपने लक्ष्य की ओर बढ़ने की പ്രേരണ मिलती है. ഈ സ്വരത്തിൽ നിന്നും ഈ ഋതത്തിൽ നിന്നും താളത്തിൽ നിന്നും ഹം ഏക് ദൂസരെ കാ സഹയോഗി ബൻകർ അപ്നെ ലക്ഷ്യ की ओर बढ़ने की പ്രേരണ मिलती है. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് പരസ്പരം സഹായിച്ചിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മുന്നോട്ട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഒരു പ്രേരണയാണ് ലഭിക്കുന്നത്. ഹുനർ എന്ന് പറഞ്ഞാൽ സ്കിൽ, കഴിവ്. ആത്മനിർഭർ, സെൽഫ് സഫീഷ്യൻറ്റ്. അനുശാസൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കം, ഡിസിപ്ലിൻ. ഇവിടെയുള്ള ഈ ലൈൻസ് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ബിർജു മഹാരാജ് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നു അല്ലേ. കാലി സമയത്ത് ഹോത്താ ഹി നഹി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കാലിയായിട്ട് ഇരിക്കാറേ ഇല്ല. അദ്ദേഹം നൃത്തം വയ്ക്കുന്നു, പാടുന്നു, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നു, മെഷീൻസും റിപ്പയർ ചെയ്യുന്നു, അതേപോലെ ചിത്രം വരയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ഒരാളായിരുന്നു ബിർജു മഹാരാജ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്ത് കഴിവാണുള്ളത് അതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവരണം, നമ്മുടെ സ്കില്ല് പുറത്ത് കൊണ്ടുവരണം. ഈ വരികളിൽ ബിർജു മഹാരാജ് എന്താണ് പറയുന്നത്? റിതം അല്ലെങ്കിൽ താളം അച്ചടക്കം പഠിപ്പിക്കുന്നു, ബാലൻസിങ് പഠിപ്പിക്കുന്നു, അതേപോലെ ഡാൻസും പാട്ടും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരും ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഒരു പുതിയ മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഡാൻസ് ഇതെല്ലാം രൂപപ്പെടുന്നത്. അപ്പോൾ ഒരുമിച്ച് നിന്നിട്ട് എന്തും ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് പരസ്പരം സഹായിച്ച് മുന്നേറുകയാണെങ്കിൽ ലക്ഷ്യം നേടാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. കുട്ടികളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.